ഹൈ എവരി വൺ. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ 8051ൻ്റെ അഡ്രസ്സിങ് മോഡുകൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഏതൊക്കെ ടൈപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ അഡ്രസ്സിങ് മോഡുകൾ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാം, ഇൻസ്ട്രക്ഷനുകൾ ഉണ്ടാക്കാം. ഏതൊക്കെ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ സെറ്റുകളുണ്ട്, നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ ഏതൊക്കെ ഇൻസ്ട്രക്ഷനുകളാണ് യൂസ് ചെയ്യുന്നത്, ഓപ്പറൻറ്റുകളും യൂസ് ചെയ്തിട്ട് ഏതൊക്കെയാണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച്, അതായത് അഡ്രസ്സിങ് മോഡുകൾ പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് പറഞ്ഞു, എക്സാമ്പിളായിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷനുകൾ പറഞ്ഞു അല്ലേ? മൂവ് A, B അല്ലെങ്കിൽ B, A അല്ലെങ്കിൽ R, N എന്ന് ഒക്കെ രജിസ്റ്ററുകളിലേക്കുള്ള മൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു, കോഡുകളും അതുപോലെ ഓപ്പറൻറ്റുകളും വെച്ചിട്ടില്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, ഏതൊക്കെ ഇൻസ്ട്രക്ഷനുകളാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ഇൻസ്ട്രക്ഷൻ സെറ്റുകളാണ് നമുക്കുള്ളത്, അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൽ ഈ 4 മോഡുകൾ വെച്ച് എങ്ങനെ, അതായത് 5 മോഡുകൾ വെച്ചിട്ട്, അതായത് ഡയറക്റ്റ് അഡ്രസ്സിങ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്, ഇൻഡെക്സ് അഡ്രസ്സിങ് മോഡുകൾ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഇൻസ്ട്രക്ഷൻ സെറ്റുകളെയും അല്ലെങ്കിൽ ഓരോ ഫങ്ഷനുകളെയും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഏതൊക്കെ ടൈപ്പ് ഇൻസ്ട്രക്ഷനുകളാണ് ഉള്ളത് എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഈ സെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഇൻസ്ട്രക്ഷനുകൾ എന്ന് പറയുന്നത് അരിതമെറ്റിക് ഇൻസ്ട്രക്ഷനുകളുണ്ട്. അതായത് അരിതമെറ്റിക്കൽ ഇൻസ്ട്രക്ഷനുകൾ എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷനുകളാണ്. നിങ്ങൾക്കറിയാം എന്താണ് അരിതമെറ്റിക് കാൽക്കുലേഷൻ, അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അതുപോലെ തന്നെ എന്തുണ്ട്, ഡിവിഷൻ, സബ്ട്രാക്ഷൻ, ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് എന്ന് പറഞ്ഞ അരിതമെറ്റിക്കൽ ഓപ്പറേഷൻസ് വരുന്നതാണ് എന്തിനെ നമ്മൾ പറയുന്നത്, അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത്. അതെങ്ങനെ ചെയ്യാം, 2 ഫംഗ്ഷനുകൾ തമ്മിൽ എന്തെങ്കിലും അല്ലെങ്കിൽ 2 ഡാറ്റേനെ തമ്മിൽ എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം, ഏതൊക്കെ മെമ്മറി സ്റ്റോറിൽ നിന്ന് ലൊക്കേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എങ്ങനെ ആഡ് ചെയ്യാം, അതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് അരിതമെറ്റിക്കിൽ പറയുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതുപോലെ തന്നെ ലോജിക്കൽ ആണ് രണ്ടാമത്തെ ഇൻസ്ട്രക്ഷനിൽ വരുന്നത്, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? ഏതാണ്? ആൻഡ്, ഓർ, എക്സോർ, നോർ, നാൻഡ്, അങ്ങനെ പറഞ്ഞ ലോജിക്കൽ ഫങ്ഷനുകളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, റിസെറ്റ് പോലെയുള്ള അതുപോലെയുള്ള എന്താണ് ലോജിക്കൽ ഫങ്ഷനുകളുടെ എങ്ങനെ നമുക്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ലോജിക്കൽ ഇൻസ്ട്രക്ഷനുകൾ എന്ന് പറയുന്നത്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഡാറ്റ ട്രാൻസ്ഫർ ആണ്. ഡാറ്റയെ നമുക്ക് ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് എങ്ങനെ എന്ത് ചെയ്യാം, മൂവ് ചെയ്യിക്കാം, ഡാറ്റേനെ ട്രാൻസ്ഫർ ചെയ്യിക്കാം എന്നുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അതായത് മൂവ് A, മൂവ് RN എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് മൂവ് ഇൻസ്ട്രക്ഷൻസും ജമ്പ് ഇൻസ്ട്രക്ഷൻസും ഒക്കെയാണ് ഏതിൽ വരുന്നത്, ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനിൽ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മൂവ് A, B എന്നൊക്കെ പറഞ്ഞ് പഠിച്ചത് ഏതിൽ വരുന്നതാണ്, ഡാറ്റ ട്രാൻസ്ഫറിൽ വരുന്നത്. അതുപോലെ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എന്ന് പറയും, അതായത് കാള്, പിന്നെ ജമ്പ്, ജമ്പ്, ജമ്പ് നോട്ട് 0 എന്നൊക്കെ പറയുന്ന വേറെ വേറെ ബ്രാഞ്ചുകളിലേക്ക്, അതായത് മെയിൻ പ്രോഗ്രാമിൽ നിന്നും ബ്രാഞ്ച് വൈസ് ആയിട്ട് പോകുന്ന കാര്യങ്ങളിലേക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് എന്ത് എന്ന് പറയുന്നത്, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അതിനെ പറയാണ്ട്. അതുപോലെ ബൂളിയൻ ഇൻസ്ട്രക്ഷൻ്റെ A+B+C എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷനുകളുടെ ബൂളിയൻ ആൽജിബ്രയിൽപ്പെട്ട കാൽക്കുലേഷനുകളെ നമുക്ക് എങ്ങനെ ഇൻസ്ട്രക്ഷൻ വഴി ചെയ്യാം എന്നുള്ള വഴിയാണ് എന്തെന്നത് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാം ചെയ്യാം. ഒന്ന് പ്രോഗ്രാമിംഗ് വഴി ചെയ്യാം, അതായത് ഈ ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചും ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ഇൻസ്ട്രക്ഷൻസിനും നമുക്ക് എന്തുണ്ട്, ഓരോ ന്യൂമോണിക്സ് ഉണ്ട്, ഓരോ നെയിം അല്ലെങ്കിൽ ഓരോ സംഖ്യകളുണ്ട്. അപ്പോൾ നമുക്ക് 2 തരം സംഭവമുണ്ട്. ഒന്ന് കീബോർഡുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്താലും ഇതേ ആൻസർ തന്നെ കിട്ടും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, മൈക്രോ കൺട്രോളർ കിറ്റുകളിൽ നമുക്ക് ഒരു ഹെക്സാഡെസിമൽ കീബോർഡ് ഉണ്ടാവും. അതായത് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്ററിൻ്റെ കീബോർഡ് പോലെ ഒരു ഹെക്സാഡെസിമൽ കീബോർഡ് ഉണ്ടാവും. 0 മുതൽ F വരെയുള്ള എന്തുണ്ടാവും, കീബോർഡ് ഉണ്ടാവും. അതിൽ ഓരോന്നിനും ഓരോ സംഖ്യകൾ ഉണ്ടാവും. ഇപ്പോൾ മൂവ് എന്നുള്ള ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂമോണിക്സ് 1, 2 എന്നാണെങ്കിൽ, അതുപോലെ ആഡ് എന്നുള്ളതിന് ചിലപ്പോൾ 1F എന്നാവും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സംഖ്യകളായിരിക്കും. അത് ഓരോന്നിനും ഓരോ മൈക്രോ കൺട്രോളർ സിസ്റ്റത്തിനും ഓരോ ന്യൂമോണിക്സ് ഉണ്ട്. അതുപയോഗിച്ചും നമുക്ക് ചെയ്യാം, അല്ലാതെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതുപോലെ മൂവ് A, B A+, മൂവ് A, B ഇൻക്രിമെൻറ്റ് ചെയ്യുക, ബീനെ എന്ത് ചെയ്യുക,
എ പ്ലസ് ബി അല്ലെങ്കിൽ ആഡ് എ ബി എ കോമ ബി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബിയിലുള്ള എയിലുള്ള ഫംഗ്ഷനെ ബിയിലേക്ക് മാറ്റി എയിലേക്ക് രണ്ടാമത്തെ ഫംഗ്ഷനെ കൊടുന്ന് പിന്നെ എയിലും ബിയിലും ഉള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഈ ഫംഗ്ഷനുകൾ വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ നിമോണിക്സ് യൂസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ നേരിട്ട് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിങ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആദ്യത്തെ അല്ലെങ്കിൽ ഒന്നാമത്തെ ആയിട്ട് പഠിക്കുന്നത് അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻസ്, എങ്ങനെയാണത് ചെയ്യുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് പെർഫോം സെവറൽ ബേസിക് ഓപ്പറേഷൻ സച്ച് ആസ് അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ എക്സെട്ര. അതിൽ തന്നെ ഉണ്ട് ഇൻക്രിമെൻറ്റ്, ഡിക്രിമെൻറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിൽ വരുന്നുണ്ട്, അരിതമെറ്റിക്കിൽ വരുന്നുണ്ട്. ആഫ്റ്റർ എക്സിക്യൂഷൻ ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫസ്റ്റ് ഓപ്പറൻറ്റ്. അതായത് ഫസ്റ്റ് ഓപ്പറൻറ്റ് ഏതാണോ അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. അതായത് ആഡ് ഫംഗ്ഷനാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആഡ് എ കോമ ബി എന്ന് പറഞ്ഞാൽ ബിയിലുള്ള ഫംഗ്ഷനും എയിലുള്ള ഫംഗ്ഷനും കൂടി എന്ത് ചെയ്യാണ്, നമ്മൾ ആഡ് ചെയ്യാണ്. എന്നിട്ട് ഫസ്റ്റ് ഓപ്പറൻറ്റ് ഏതാ, ഒപ്കോഡ് മൂവ് എ കോമ ബി, അതായത് എ ആണ് എന്ത് ഫസ്റ്റ് ഓപ്പറൻറ്റ്, അതിൽ നമ്മൾ എന്ത് ചെയ്യും, സേവ് ചെയ്യും. ഓക്കെ, അതിനാണ് എന്തെന്ന് പറയുന്നത്, അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഈ അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഓരോ അരിതമെറ്റിക് അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും മൾട്ടിപ്ലിക്കേഷൻ ആയാലും നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാം, 5 രീതിയിൽ ചെയ്യാം. മനസ്സിലായോ? ഏത്, ഇമ്മീഡിയറ്റ് അഡ്രസ്സിങ്ങിൽ ചെയ്യാം, ഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ ചെയ്യാം, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ ചെയ്യാം, രജിസ്റ്റർ അഡ്രസ്സിങ്ങിൽ ചെയ്യാം, ഇൻഡെക്സ് അഡ്രസ്സിങ്ങിലും ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഓരോന്നിൻ്റെയും എന്താണ് ഓരോ ചെറിയ എക്സാമ്പിളുകൾ. നമ്മൾ ബേസിക്കായിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മളോട് പറയുകയാണ് 1ഉം 2ഉം കൂട്ടാൻ പറയുകയാണ്, ആ പ്രോഗ്രാം ചെയ്യാൻ നമുക്കറിയണം. ആഡ് എ പ്ലസ് പി ഇൻ 8051 പ്രോഗ്രാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, 2നും കൂട്ടാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മളോടൊരു ഇക്വേഷൻ പറയണം, ax² + bx + c. ഈ ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ഒരു കാൽക്കുലേഷൻ തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാണ്, അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്ത് ചെയ്യാൻ പറയുകയാണ്, ഒരു ലൊക്കേഷനിൽ സേവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രോഗ്രാം എന്ത് ചെയ്യാൻ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, ഇൻസ്ട്രക്ഷനുകൾ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, അരിതമെറ്റിക്കൽ ഇൻസ്ട്രക്ഷൻ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഇതിൽ കാണിച്ചിരിക്കുന്നതാണ് ന്യൂമോണിക്സിൽ കാണിക്കുന്നത് ADD ആഡ്, അത് ഏതൊക്കെ ഇതുണ്ട്, ആഡ് കോമ RL അക്യുമുലേറ്റർ രജിസ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യാണ്, അക്യുമുലേറ്ററിനായിട്ട് ആഡ് ചെയ്യുക. അതുപോലെ ഡയറക്റ്റ് ബൈറ്റിന് അക്യുമുലേറ്ററിനോട്ട് ആഡ് ചെയ്യുക. പിന്നെ ഒരു റാം RI എന്ന് പറയുന്ന ഒരു റാം ലൊക്കേഷനിലുള്ളത് എന്ത് ചെയ്യുക, അക്യുമുലേറ്റർ ആഡ് ചെയ്യുക. ഒരു ഡാറ്റേനെ എന്ത് ചെയ്യുക, അക്യുമുലേറ്ററുമായിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ആഡ് C ആണ്. ആഡ് സിയിൽ രണ്ടാമത്തെ ആഡ് RN, ആഡ് ഡയറക്റ്റ്, ആഡ് @RI, ആഡ് ഡാഷ് ഡാറ്റ. ആഡ് സിയിലും ഈ 4 തന്നെ വരുന്നുണ്ട്. പിന്നെ സബ്ട്രാക്ഷനിലും എന്ത് വരുന്നുണ്ട്, ഇതേ 4 വരുന്നുണ്ട്, A to RN, A, ഡയറക്റ്റ്, A, @RI. അതായത് ഈ 4 എന്ന് പറഞ്ഞാൽ രജിസ്റ്ററിനെ ചെയ്യുക, അതുപോലെ ഡയറക്റ്റ് ബൈറ്റിനെ ചെയ്യുക, റാമിന് ചെയ്യുക, ഇമ്മീഡിയറ്റ് ഡാറ്റേനെ ചെയ്യുക. ഓക്കെ, പിന്നെ അതുപോലെ ഇൻക്രിമെൻറ്റ് അക്യുമുലേറ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യുക, അതുപോലെ RN രജിസ്റ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യുക, അതുപോലെ ഡയറക്റ്റ് ബൈറ്റ് എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ചെയ്യുക, അതുപോലെ ഇൻഡയറക്റ്റ് റാം എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ചെയ്യുക, അതുപോലെ ഡിക്രിമെൻറ്റും ഈ 4 തന്നെ. പിന്നെ DPTR എന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ്, അതുപോലെ DPTR എന്തുണ്ട്, ഡിക്രിമെൻറ്റ് ഉണ്ടാവും. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ AB, മൾട്ടിപ്ലൈ, ഡിവിഷൻ AB, പിന്നെ ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ എന്ത് ചെയ്യുക, അക്യുമുലേറ്ററിലെ ഡെസിമലിനെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ അഡ്രസ്സിങ് ബസ്സിനും ആഡിൽ ചെയ്യുന്നുണ്ട്, ആഡ് സിയിൽ ചെയ്യുന്നുണ്ട്, സബ്ട്രാക്ഷൻ ചെയ്യുന്നുണ്ട്, സബ്ട്രാക്ഷൻ ബോറോ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സബ്ട്രാക്ഷൻ ബോറോ എന്ന് പറഞ്ഞാൽ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെയായാലും എന്ത് വരുമതിൽ, അഡീഷൻ വരുമ്പോൾ അതിൽ ഇത് വരില്ല. പക്ഷേ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ബോറോ എടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സബ് ബി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അതിനിപ്പോൾ എങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം,
ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോന്നിനായിട്ട് എടുത്ത് നോക്കാൻ പോവുകയാണ്. അതായത് ആഡ് A,RN ഒന്നാമത്തത്, ആഡ് ദ രജിസ്റ്റർ RN ടു ദ അക്യുമുലേറ്റർ. അതായത് രജിസ്റ്റർ RN എന്ന് പറഞ്ഞാൽ R0 മുതൽ R7 വരെയുള്ള ഏത് ഡാറ്റയും ആവാം. അതിനെന്ത് ചെയ്യാണ്, അക്യുമുലേറ്ററുമായിട്ട് ആഡ് ചെയ്യുക. അതായത് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ആഡ് ദ രജിസ്റ്റർ RN, അതായത് R0 മുതൽ R7 വരെ ടു ദ അക്യുമുലേറ്റർ. ആഫ്റ്റർ അഡീഷൻ ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദ അക്യുമുലേറ്റർ. അതായത് R0 മുതൽ R7 വരെയുള്ള ഒരു വാല്യൂള്ള ഏതൊരു വാല്യൂവിനെ എന്ത് ചെയ്യാണ്, ആ രജിസ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യാണ്, അക്യുമുലേറ്ററിലുള്ള വാല്യൂമായിട്ട് എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യുക. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുക. അതായത് ഫസ്റ്റ് ഓപ്പറൻറ്റ് എന്ന് പറയുന്നത് അക്യുമുലേറ്ററാണ്, അക്യുമുലേറ്ററിൽ എന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അക്യുമുലേറ്ററിൽ 2E എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്, R4 എന്നാണ് നമ്മൾ എടുക്കുന്നത്. R0 മുതൽ R7 വരെ അല്ലെങ്കിൽ നമ്മളെടുത്തത് ഏതാണ്, R4. R4ൽ 12 എന്ന് പറയുന്നൊരു വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, ബിഫോർ എക്സിക്യൂഷൻ R4ൽ 12 ഉണ്ട്, അക്യുമുലേറ്ററിൽ 2E ഉണ്ട്. അപ്പോൾ 2Eയും 12 കൂടി കൂട്ടിയാൽ E നോട് 2 കൂട്ടിയാൽ F0, 2നോട് 1 കൂട്ടിയാൽ 3, 3ഉം ആ സിസ്റ്റമുള്ള 0 സിസ്റ്റമുള്ള 1ഉം എത്രയാണ്, 40. R4 എന്തായി, അവിടെ 12 അതിൽ തന്നെ ഉണ്ട്. 12 R4ലുള്ള വാല്യൂ അവിടെ തന്നെ നിൽക്കുകയാണ്. അതെന്ത് ചെയ്യണില്ല, നമ്മൾ എടുത്ത് കൊണ്ടുപോകണമൊന്നുമില്ല. അപ്പോൾ അക്യുമുലേറ്റർ എന്തായി, 40 ആയി. എന്നിട്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വേറെ ഏതെങ്കിലും രജിസ്റ്റർക്ക് വേറെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ അക്യുമുലേറ്ററിൽ ഈ വാല്യൂ വന്നിട്ട് അക്യുമുലേറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം, R4ക്ക് വേണമെങ്കിൽ മാറ്റി സേവ് ചെയ്യാം. അപ്പോൾ 12 അവിടെ നിന്ന് പോയിട്ട് എന്ത് ചെയ്യാം, 40 അവിടെ കൊണ്ടുപോയി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. മനസ്സിലായോ? അക്യുമുലേറ്ററിലെ 2Eയും R4ലുള്ള 12 കൂടി കൂട്ടിയിട്ട് അക്യുമുലേറ്ററിൽ സേവ് ചെയ്തു. R4ലുള്ള വാല്യൂ അവിടെ തന്നെ കിടന്നു, അക്യുമുലേറ്ററിലെ വാല്യൂ എന്ത് ചെയ്തു, മാറി. ഓക്കെ, ഇതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ രജിസ്റ്റർ അഡ്രസ്സിങ് എന്ന് പറയുന്നത് അല്ലേ, ഒന്നാമത്തെ. ഇനി രണ്ടാമത്തത് ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആണ്. ആഡ് A, @RI. ആഡ് ദ ഇൻഡയറക്റ്റ് റാം ടു ദ അക്യുമുലേറ്റർ. RI ഏതൊക്കെ ആവാമെന്ന് പറഞ്ഞ് നമുക്ക് 2 ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്ങിന് അറ്റ് വെച്ചിട്ട് കൊടുക്കാൻ പറ്റുന്നത് ആകെ 2 എന്നാണ് പറഞ്ഞത് അല്ലേ. ഏതൊക്കെയാണ്, ഒന്നുകിൽ R0 അല്ലെങ്കിൽ R1. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻസ് ആഡ്സ് ദ ഇൻഡയറക്റ്റ് റാം ടു ദ അക്യുമുലേറ്റർ. അഡ്രസ് ഓഫ് ഇൻഡയറക്റ്റ് റാം ഈസ് സ്റ്റോർഡ് ഇൻ ദ RI രജിസ്റ്റർ. അതായത് ഇൻസ്ട്രക്ഷൻ ആഡ് ഇൻഡയറക്റ്റ് റാം ടു ദ അക്യുമുലേറ്റർ. ഇൻഡയറക്റ്റ് റാം എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുക, അക്യുമുലേറ്ററുമായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാണ്, അതെന്ന് പറയുന്നത് ഒന്നുകിൽ R0 അല്ലെങ്കിൽ R1 ആയിരിക്കും. ആഫ്റ്റർ അഡീഷൻ ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദ അക്യുമുലേറ്റർ. ആഡ്, അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആഡ് A, @AI എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ അഡ്രസ്സിങ്ങിൽ R0 എന്തുണ്ട്, 4F എന്നുണ്ട്. ഓക്കെ, ബിഫോർ എക്സിക്യൂഷൻ എയിൽ എന്തുണ്ട്, 16H ഉണ്ട്. ഈ R0ൽ 4F എന്ന് പറയുന്നതിൽ എന്തുണ്ട്, 33H ഉണ്ട്. ഓക്കെ, അതിലെ വാല്യൂ എന്ന് പറയുന്നതാണ് R0 രജിസ്റ്റർ അഡ്രസ്സിങ്. R0ൽ 4FH ഉണ്ട്. അപ്പോൾ അതെന്താണ്, അത് 2 കൂടി കൂട്ടി 16ഉം 33ഉം കൂടി കൂട്ടി 6 3 9 3 1 4. എന്നിട്ട് എന്തായി, ഈ അക്യുമുലേറ്ററിലുള്ള വാല്യൂയും R0 4FHലുള്ള വാല്യൂ എന്ന് പറഞ്ഞത് എന്താണ്, R0 എന്ന് പറഞ്ഞ അഡ്രസ്സിൽ എന്താ രജിസ്റ്ററിൽ 4F എന്ന് പറയുന്ന അഡ്രസ്സിൽ 33 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ആ 33 എന്ന് പറഞ്ഞ വാല്യൂവിനെ അക്യുമുലേറ്ററിലുള്ള വാല്യൂവുമായിട്ട് എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യുക എന്നാണ് @RI എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ നമ്മൾ അവിടെ പറഞ്ഞപ്പോൾ എങ്ങനെയാണ്, എന്താണ്, അതായത് അഡ്രസ്സിങ്ങിൽ നമ്മളിത് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ മനസ്സിലായിട്ടില്ല, എന്താ ഇപ്പോൾ ഇത് സംഭവം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ എന്താ രജിസ്റ്ററിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഡ്രസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വാല്യൂനെ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് കത്താൻ കുറച്ച് പ്രയാസമുണ്ട്. അതാണ് ഈ എക്സാമ്പിൾ വെച്ച് പറയണത്. മനസ്സിലായോ? അതായത് R0 @RI എന്ന് പറഞ്ഞാൽ RI എന്ന് ഉദ്ദേശിക്കുന്നത് R0 ആണ്. നമ്മളതിന് RI എന്ന് പറഞ്ഞത് എന്താണ്, ആഡ് A, @RI എന്നാണ് ശരിക്കും നമ്മൾ അത് R0 എന്നാണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ R1. ഈ 2 കൊടുക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ ആഡ് A,R0 ആണെങ്കിൽ R0 എന്ന് പറഞ്ഞ രജിസ്റ്ററിൽ 4F എന്ന് പറഞ്ഞ അഡ്രസ്സിൽ, അതൊരു അഡ്രസ്സാണ്, അതിൻ്റെ ഉള്ളിൽ 33 എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെ 16 ആഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുക, അക്യുമുലേറ്ററിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ആഡ് A, ഡയറക്റ്റ്. ആഡ് ദ ഡയറക്റ്റ് ബൈറ്റ് ടു ദ അക്യുമുലേറ്റർ. ആർബിട്രറി രജിസ്റ്റർ വിത്ത് അഡ്രസ് 0 to 255. അതായത് 0 മുതൽ FF എന്ന് പറയുന്ന അഡ്രസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം, 0 മുതൽ 255 വരെ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ദ ഡിസ്ക്രിപ്ഷൻ ഇൻസ്ട്രക്ഷൻ ആഡ് ഡയറക്ട്ലി ബൈറ്റ് ടു ദ അക്യുമുലേറ്റർ ആസ് ഇറ്റ് ഡയറക്റ്റ് അഡ്രസ്സിംഗ് ദ ഡയറക്റ്റ് ക്യാൻ ബി എനി SFR or general purpose register, special function register or general purpose register with address 0 to 7FH. The result is stored in the accumulator. അതായത് 0 മുതൽ 7F വരെയുള്ള ഏതെങ്കിലും ജനറൽ പർപ്പസ് രജിസ്റ്ററിലുള്ള ഡയറക്റ്റ് അഡ്രസ്സിങ്, അതായത് 0 to 25 വരെയുള്ള വാല്യൂവിനെ ഏത് വാല്യൂവിനെയാണോ നമുക്ക് പറയുന്നത് അതിനെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അക്യുമുലേറ്ററിലെ വാല്യൂവുമായിട്ട് ആഡ് ചെയ്തിട്ട് അതിനെന്തിൽ സ്റ്റോർ ചെയ്യാം, അക്യുമുലേറ്ററിൽ സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് വാല്യൂ സേവ് ചെയ്യാം എന്നർത്ഥം. ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു രജിസ്റ്ററിൻ്റെതോ കാര്യങ്ങളോ ഒന്നും പറയണില്ല. നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂ ആണ്, നമുക്ക് കൃത്യമായിട്ടൊരു വാല്യൂ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം, അക്യുമുലേറ്ററുമായിട്ട് ആഡ് ചെയ്തിട്ട് അതിന് അക്യുമുലേറ്ററിൽ സേവ് ചെയ്യാം എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ എന്ന് പറയുന്നത് ആഡ് C, RN, A,RN. അതായത് ആഡ് C എന്ന് പറഞ്ഞാൽ ആഡ് ദ രജിസ്റ്റർ ടു ദ അക്യുമുലേറ്റർ വിത്ത് എ ക്യാരി ഫ്ലാഗ്. അതായത് ഒരു ക്യാരി ഉണ്ടെങ്കിൽ, അതായത് ക്യാരി എന്ന് പറഞ്ഞാൽ സിസ്റ്റം, അതായത് ഇപ്പോൾ നമുക്കറിയാം 5ഉം 6ഉം കൂടി തമ്മിൽ കൂട്ടിയാൽ 11 ആയാൽ നമുക്ക് 1 എഴുതാൻ പറ്റുള്ളൂ. ബാക്കി അവിടെ 1 വരുന്നത് ഏതാണ്, സിസ്റ്റമാണ്. അപ്പോൾ അതായത് അങ്ങനത്തെ വാല്യൂസ് വരുമ്പോൾ, അല്ലെങ്കിൽ 8 ഡിജിറ്റ് പോയിട്ട് 16 ബിറ്റ് ഡാറ്റകൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ക്യാരി ഫ്ലാഗ് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആഡ് C, RN എന്ന് പറയുന്നത്. ഇത് സെയിം ആസ് ദാറ്റ് ഓഫ് എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. ആഡ് A, RN തന്നെയാണ് എന്ത് വരുന്നത്, അതിൻ്റെ അതേ ഫങ്ഷൻ തന്നെയാണ് എന്ത് വരുന്നത്, ആഡ് C, A, RN എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് ഇൻസ്ട്രക്ഷൻസ് ആഡ് ദ അക്യുമുലേറ്റർ വിത്ത് എ ക്യാരി ഫ്ലാഗ് ഓഫ് RN രജിസ്റ്റർ. RN എന്ന് പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെ വരാം, R0 മുതൽ R7 വരെ. ആഫ്റ്റർ അഡീഷൻ ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ടു ദ അക്യുമുലേറ്റർ. ഒരു ക്യാരി ഫ്ലാഗും കൂടി എന്താവും, സെറ്റാവും. ഇൻ കേസ് അതുണ്ട് എന്നുണ്ടെങ്കിൽ, ക്യാരി ആവശ്യമുള്ള അഡീഷനാണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, ആഡ് C നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അഞ്ചാമത്തത് ആഡ് A, ഡാറ്റ. എന്തായിരുന്നു ശരിക്കും ഇതിൻ്റെ മുന്നേ വരേണ്ടതാണ്. 5 എന്ന് പറഞ്ഞാൽ നാലാമതായിട്ട് വരേണ്ടതാണ്. അതായത് അഞ്ചാമത്തെ നമ്മൾ ഇമ്മീഡിയറ്റ് അഡ്രസ്സിംഗ് ആണ്. ഡാറ്റ കോൺസ്റ്റൻറ്റ് വിത്തിൻ 0 to 255. അതായത് 0 to FFH വരെയുള്ള വാല്യൂവിലെ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ. ഇൻസ്ട്രക്ഷൻ ആഡ്സ് ഡാറ്റ ടു ദ അക്യുമുലേറ്റർ ആഫ്റ്റർ അഡീഷൻ ദ റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ടു ദ അക്യുമുലേറ്റർ. അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ആഡ് A, ബിഫോർ എക്സിക്യൂഷൻ A is equal to 16H, ആഫ്റ്റർ എക്സിക്യൂഷൻ A is equal to 49H. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് വാല്യൂവിനെ തന്നെയാണ് നമ്മൾ ഇതിൽ എടുത്തത് 33 തന്നെയാണ് നമ്മൾ എന്തെടുത്തത്, ഹാഷ് ബിഫോർ എക്സിക്യൂഷൻ, എക്സ് ബിഫോർ എക്സിക്യൂഷൻ. അതായത് ഇതിൻ്റെ മുന്നുള്ള എക്സിക്യൂഷനിൽ വന്ന എക്സിനെ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് ഏതായിരുന്നു, 33 ആയിരുന്നു അല്ലേ. 33 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇതിൽ അവസാനത്തേൻ്റെ മുന്നത്തെ വരി നോക്കിയാൽ മതി. വാല്യൂ ആയിട്ട് നമ്മൾ എടുത്തത് എന്നാൽ രണ്ടിൽ വാല്യൂ ആയിട്ട് 33 എടുത്തത്. അപ്പോൾ സെയിം 33 തന്നെ നമ്മളിവിടെ എടുത്തത്. അക്യുമുലേറ്റർ 13ഉം അതുപോലെ 33ഉം. അപ്പോൾ ആഫ്റ്റർ എക്സിക്യൂഷൻ ആ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് എന്ത് ചെയ്തു, ആഡ് ചെയ്തു, 49H എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി വേറെ ഏതെങ്കിലും വാല്യൂ എടുക്കട്ടോ. നമുക്ക് 16, 33 തന്നെ എടുക്കണമെന്നില്ല. ഇപ്പോൾ 22 ആയാൽ എത്ര നമുക്ക് കിട്ടുക, 49 പകരം 38 എന്ന് കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ ആഡ് C, A, ഡയറക്റ്റ്. ഏതിന് ഈക്വൽ ആയിട്ടുള്ള, ആഡ് A, ഡയറക്റ്റ്. 3ന് ഈക്വൽ ആയിട്ടുള്ള സാധനം തന്നെയാണ് എന്ത്,
6 എന്ന് പറയുന്നത്. ആഡ് സി കോമ എ ഡയറക്റ്റ്, അതായത് ആഡ് എ ഡയറക്റ്റ് ബൈറ്റ് ഇൻ ടു അക്യുമുലേറ്റർ വിത്ത് ക്യാരി ഫ്ലാഗ്. അതായത് ഇതിൽ കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. മറ്റേതൊരു ഡയറക്റ്റ് അഡ്രസ്സിങ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവുക, തന്നുക. ആർബിട്രറി രജിസ്റ്റർ വിത്ത് അഡ്രസ് 0 to 255. The instruction add the direct byte to the accumulator with carry flag. As the direct addressing, the register can be any special function register or general purpose register with address 0 to 7H. അതായത് ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് ഡയറക്റ്റ് അഡ്രസ്സിങ്ങിലെ രജിസ്റ്റർ എന്ന് പറയുന്നത് സ്പെഷ്യൽ, അത് നമ്മൾ മുന്നേ പറഞ്ഞു, ഒന്നുകിൽ സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററോ അല്ലെങ്കിൽ ജനറൽ പർപ്പസ് രജിസ്റ്ററോ ആവാം. ഏത് മുതൽ ഏത് വരെയുള്ള അഡ്രസ്സിങ്ങിൽ 0 to 7F വെച്ച് വരെയുള്ള ഏത് അഡ്രസ്സിങ്ങിലുള്ളതും ആവാം എന്നാണ്. എന്നിട്ട് അത് എന്ത് ചെയ്യാണ്, അക്യുമുലേറ്ററിൽ സേവ് ചെയ്യുക. അതായത് ബിഫോർ എക്സിക്യൂഷൻ എ ഈസ് ഈക്വൽ ടു C3H, ടെമ്പററി ഫയലിൽ AAH ആണ്. അതായത് C3യും AA കൂടി ചേർന്നാൽ നമുക്ക് ആഫ്റ്റർ എക്സിക്യൂഷൻ നമുക്ക് എന്ത് കിട്ടും, A ഈസ് ഈക്വൽ ടു 6E എന്ന് കിട്ടും. ഓക്കെ, അത് നമ്മൾ കാൽക്കുലേഷനായിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഹെക്സാഡെസിമൽ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആഫ്റ്റർ എഡിഷൻ കിട്ടുന്ന എത്രയാണ്, 6E എന്ന് കിട്ടും. അക്യുമുലേറ്റർ എന്താ AC എന്ന് പറയുന്നത്, ആക്സിലറി ക്യാരി എന്ന് പറയുന്നത് 0 ആയിരിക്കും, ക്യാരി എന്ന് പറയുന്നത് 1 ആയിരിക്കും, ഓവർഫ്ലോ എന്ന് പറയുന്നത് 1 ആയിരിക്കും. കാരണം ഓവർഫ്ലോ ആവുക എന്ന് പറഞ്ഞാലാണ് അതിൽ എന്തുണ്ടാവുക എന്ന് പറയുന്നത്, ക്യാരി ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓവർഫ്ലോ 1 എന്ന് കിട്ടും, ക്യാരി 1 എന്ന് കിട്ടും, ആക്സിലറി ക്യാരി 0 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ആഡ് സി കോമ അറ്റ് RI. എങ്ങനെയാണ്, ഡിസ്ക്രിപ്ഷൻ ഇൻസ്ട്രക്ഷൻ ആഡ്സ് ഇൻഡയറക്റ്റ് റാം R0 or R1 after addition the result is stored into the accumulator. നമ്മൾ ഇത് മുന്നേ പറഞ്ഞത് തന്നെ, R0ലോ R1ലോ ഉള്ള ഒരു വാല്യൂവിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. R0ൽ 4FH എന്ന് പറഞ്ഞ സ്ഥലത്ത് രജിസ്റ്റർ അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്, 4F ആണ്. ബിഫോർ എക്സിക്യൂഷൻ C3 ആണ്, സമ്മ് AA ആണ്. അതായത് 4Fൻ്റെ ഉള്ളിൽ എന്തുണ്ട്, AA എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്, ക്യാരി 1 ഉണ്ട്. അപ്പോൾ എന്താവും, 6E എന്ന് പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടി. അതിൻ്റെ ഒപ്പം എന്താണ്, ക്യാരി 1 എന്ന് കിട്ടി. ഓക്കെ, അതായത് എന്താ, R0 എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളിൽ 4F എന്ന് പറഞ്ഞ രജിസ്റ്ററിൻ്റെ മെമ്മറി ലൊക്കേഷൻ്റെ ഉള്ളിൽ AA എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അതിനെന്താണ്, അക്യുമുലേറ്ററുമായിട്ട് ആഡ് ചെയ്യുക, എന്നിട്ട് അതിനെന്ത് ചെയ്യുക, അക്യുമുലേറ്ററിൽ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ആഡ് സി ഹാഷ് ഡാറ്റ, ഒരു കറക്റ്റ് ഡാറ്റ നമുക്ക് തന്നിട്ടുണ്ട്. ഏതാണ്, C3 എന്ന് പറയുന്നതും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എന്താണ്, അടുത്ത വേറൊരു വാല്യൂ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഏതെങ്കിലും ഒരു വാല്യൂ, അതായത് 0 to 255 വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ടുണ്ടാവും. ആ വാല്യൂവിനെ എന്തുമായിട്ട് ആഡ് ചെയ്യുക, അക്യുമുലേറ്ററിലുള്ള C3യുമായിട്ട് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 6D ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 6D ആയതുകൊണ്ട് നമുക്ക് എന്തുറപ്പാണ്, AA എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇതിൻ്റെ മുന്നേ 7ൽ AAയും C3യും കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് 6E ആണ് കിട്ടിയത്. അപ്പോൾ AAൻ്റെ തൊട്ട് താഴെയുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അതായത് ഇൻ കേസ് ഏതാവാനുള്ള സാധ്യത ഉണ്ട്, 9F ആവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. 9F ആവാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ്. 9F അല്ല സാധ്യത, അതായത് എന്തായാലും AAനേക്കാട്ടിലും എന്താണ് താഴെയുള്ള ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, കിട്ടുക. കാരണം 6E എന്ന് പറയുന്നതാണ് 6Dനേക്കാട്ടും വലുത്. അപ്പോൾ C3നായിട്ട് നമ്മളൊരു വാല്യൂ കൊടുക്കുമ്പോൾ എന്തായിരിക്കും, AAനേക്കാട്ടിലും കുറവ് വാല്യൂ ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, C3യുമായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആക്സിലറി ക്യാരി 0 കിട്ടും, ക്യാരി 1 എന്ന് കിട്ടും, അതുപോലെ ഓവർഫ്ലോ എന്ത് കിട്ടും, 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ ആണ്. സബ് B A, ഡയറക്റ്റ്, അതായത് ദ ഡയറക്റ്റ് ബൈറ്റ് ഫ്രം അക്യുമുലേറ്റർ വിത്ത് എ ബോറോ. ദ ഇൻസ്ട്രക്ഷൻ സബ്ട്രാക്ട്സ് ദ ഡയറക്റ്റ് ബൈറ്റ് ഫ്രം അക്യുമുലേറ്റർ വിത്ത് എ ബോറോ. ദ രജിസ്റ്റർ ബിറ്റ് ഈസ് സബ്ട്രാക്റ്റഡ് ഫ്രം ലോവർ ബിറ്റ് ആൻഡ് ദ ക്യാരി ഫ്ലാഗ് ഈസ് സെറ്റ്. If it is direct addressing, the direct byte can any SFR or general purpose register 07H. The result is stored in the accumulator. അതായത് നമ്മൾ അഡീഷൻ സി ഡയറക്റ്റ് എന്ന് പറഞ്ഞത് എന്താണോ, അതായത് ഒരു ഡയറക്റ്റ് വാല്യൂ 0 to 250 വരെയുള്ള ഒരു വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്തു, സബ് A, RX ഡയറക്റ്റ് അഡ്രസ്സിംഗ് ആണ്. സബ് AA, RX, അതായത് RX എന്ന് പറയുന്ന രജിസ്റ്ററിൽ ഒരു വാല്യൂ ഉണ്ട്.
അതിനെന്ത് ചെയ്യാണ്, വലിയ വാല്യൂവിൽ നിന്ന് എന്താണ് അക്യുമുലേറ്ററിലുള്ള വാല്യൂ എന്ത് ചെയ്യാണ്, നമ്മൾ കുറയ്ക്കുകയാണ്. അപ്പോൾ C9 അതുപോലെ ഡിഫറൻഷ്യൽ 53H, അതായത് C9 53 കുറച്ചു, നമുക്ക് എന്താണ് 76 എന്ന് പറയുന്ന വാല്യൂ കിട്ടി. അതിനെന്താണ് അക്യുമുലേറ്ററിൽ സേവ് ചെയ്തു. അതാണ് എന്തെന്ന് പറയുന്നത്, ക്യാരി എന്താണ് 0 ആണ്. കാരണം വലിയ വാല്യൂ C9 ആയതുകൊണ്ട് 53 നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറയ്ക്കാം. അതുപോലെ സബ് B, RN, അതായത് RN എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അഡീഷനിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് എന്തിലും പറയുന്നത്, സബ്ട്രാക്ഷനിലും പറയുന്നത്. ഏതാണ്, സബ് A, RN, R0 മുതൽ R7 വരെയുള്ള ഏതോ ഒരു വാല്യൂ, ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. R0 മുതൽ R7 വരെയുള്ള ഏതോ ഒരു രജിസ്റ്ററിൽ, അത് ഏതാവും, R ആവാം, R4 ആണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. C9 അതുപോലെ തന്നെ എന്താണ് 54H നമുക്ക് കൊടുത്തു. അത് എന്ത് ചെയ്തു, നമ്മൾ R4 എന്ത് ചെയ്തു, 54H എന്ന് കൊടുത്തു. അതുപോലെ അക്യുമുലേറ്ററിൽ എന്ത് കൊടുത്തു, C9 എന്നുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, C9 നിന്നും 54 കുറച്ചു. 53 കുറച്ചപ്പോൾ നമുക്ക് എന്താണ് 76 കിട്ടിയത്. 54 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്, 74H എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, ക്യാരി എന്തില്ല, 0 ഇല്ല. ആഫ്റ്റർ എക്സിക്യൂഷൻ ക്യാരി എന്തല്ല, 0 ഇല്ല. കാരണം 54 ഇത് കുറയ്ക്കുമ്പോൾ എന്താണ്, ആ വാല്യൂ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, വേരിയേഷൻ വരുന്നില്ല. അതുകൊണ്ടാണ് ക്യാരി വരാത്തത് കൊണ്ടാണ്. വലിയ വാല്യൂ നിന്ന് ചെറിയ വാല്യൂ കുറയ്ക്കാത്തതുകൊണ്ട് എന്ത് നമുക്കില്ല, നമുക്ക് ക്യാരി 0 ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ് ഹാഷ് ഡാറ്റ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, അഡീഷനിൽ പറഞ്ഞു. ഹാഷ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ 0 to 255 വരെ അല്ലെങ്കിൽ 0 to FFH വരെയുള്ള ഏതെങ്കിലും ഒരു വാല്യൂ, എക്സാക്റ്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ആ എക്സിക്യൂഷൻ, ബിഫോർ എക്സിക്യൂഷൻ C9 0, ആഫ്റ്റർ എക്സിക്യൂഷൻ A7 എന്ന് കിട്ടും. അപ്പോൾ ഏതോ ഒരു വാല്യൂ എന്തുണ്ട്, നമ്മൾ എക്സാക്റ്റ് വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ആ വാല്യൂ എന്ത് ചെയ്യുക, C9 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, A7 എന്നാ കിട്ടിയത്. അപ്പോൾ C9 A7 കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ വാല്യൂ എന്ത് ചെയ്യും, കിട്ടും. ഓക്കെ, അപ്പോൾ C9 ആ വാല്യൂ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, A7 എന്ന് കിട്ടി. ഓക്കെ, അതിന് എന്ത് ചെയ്യുക, അക്യുമുലേറ്ററിൽ ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ സബ് B @RI. ഓക്കെ, നമ്മൾ നേരത്തെ @RN പറഞ്ഞ പോലെ തന്നെ സബ് B @RI. അതായത് @RI എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആണ്. മറ്റേ നമ്മൾ എന്ത് പറഞ്ഞില്ല, ബദൽ A, RN മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഏതെങ്കിലും ഒരു രജിസ്റ്റർ. ഇതേതാണ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ് ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, R0 R1 ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷൻ്റെ ഉള്ളിൽ എന്തുണ്ട്, ഒരു ഫങ്ഷൻ ഉണ്ട്. അതിന് നമ്മളെന്താണ്, അതായത് ഇപ്പോൾ C9 ഉണ്ട്, അതിൽ F4 എന്ന് പറയുന്ന സാധനം ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യുക, അതിൽ നിന്ന് C9 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് അക്യുമുലേറ്ററിൽ എത്ര കിട്ടും, C5 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഓരോന്നും എല്ലാതും എന്ത് തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ, ഡയറക്റ്റ് അഡ്രസ്സിങ്, ഇൻഡയറക്റ്റ് അഡ്രസ്സിങ്, ആ നമ്മൾ ഫസ്റ്റ് പഠിച്ച അഡ്രസ്സിങ് മോഡിലുള്ള ഫംഗ്ഷനുകൾ സബ്ട്രാക്ഷനായിട്ടും അഡീഷനായിട്ടും നമ്മൾ എന്ത് ചെയ്യാണ്. ഇനിയിപ്പോൾ അതിൽ നമ്മൾ പറയാത്തൊരു കാര്യമാണ് ഇൻക്രിമെൻറ്റ് RN എന്ന് പറയുന്നത്. ഇൻക്രിമെൻറ്റ് RN എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻക്രിമെൻറ്റ്സ് ദ RN രജിസ്റ്റർ ബൈ 1. അതായത് RN എന്ന് പറയുന്നത് ഏത് വരാം, R0 മുതൽ R7 വരെ ആവാം. അതായത് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻ ഇൻക്രിമെൻറ്റ്സ് ദ വാല്യൂ ഓഫ് രജിസ്റ്റർ ബൈ 1. ഇൻക്രിമെൻറ്റ് ചെയ്യുക പറഞ്ഞാൽ ഒന്നായിട്ട് കൂട്ടുക എന്നാണ്. അതായത് R4 എന്ന് പറയുന്നത് 18H ആണ് എന്നുണ്ടെങ്കിൽ എക്സിക്യൂഷൻ ചെയ്ത് കഴിഞ്ഞാൽ R4 എന്താവും, ആ രജിസ്റ്ററിലെ വാല്യൂ എന്ന് പറയുന്നത്, മെമ്മറി ലൊക്കേഷൻ എന്ന് പറയുന്നത് 18H ഉള്ളത് 19H ആവും. ഓക്കെ, ഇനി ഇൻക്രിമെൻറ്റ് A എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററിൽ ഉള്ളത് എന്താണോ അതെന്ത് ചെയ്യുക, ഇൻക്രിമെൻറ്റ് ചെയ്യുക, അക്യുമുലേറ്റർ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ, ദിസ് ഇൻസ്ട്രക്ഷൻ ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഇൻ അക്യുമുലേറ്റർ ബൈ 1. ഇൻ അക്യുമുലേറ്റർ ഇൻക്ലൂഡ്സ് the number 255. The result of operation will be 0. 255 ആണ്. അതായത് E4 പകരം നമ്മൾ കൊടുക്കുന്നത് 255 ആണ്. മാക്സിമം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്പറേഷൻ എന്തായിരിക്കും, 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ബിഫോർ എക്സിക്യൂഷൻ A = E4H ആണെന്നുണ്ടെങ്കിൽ എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ E5 ആവും. അതായത് ഒന്ന് ഇൻക്രിമെൻ്റ് ആവും. മുകളിൽ രജിസ്റ്റർ ഇൻക്രിമെൻ്റ് ആയി, ഇവിടെ എന്തായി,
അക്യുമുലേറ്റർ ഇൻക്രിമെൻ്റ് ആയി. ഇൻക്രിമെൻറ്റ് അറ്റ് RI അതെന്താണ്? ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് ഇൻഡയറക്ട്ലി അഡ്രസ്ഡ് രജിസ്റ്റർ റാം ബൈ 1. എക്സാമ്പിൾ നോക്കാം. അറ്റ് RI രജിസ്റ്റർ CNT is equal to 4FH. ബിഫോർ എക്സിക്യൂഷൻ CNT is equal to 35H. R1 is equal to 4FH. ആഫ്റ്റർ എക്സിക്യൂഷൻ CNT is equal to 36H. ഓക്കെ, രജിസ്റ്റർ അഡ്രസ്സിങ് അവിടെ ഉണ്ടാവും. ആ രജിസ്റ്റർ എന്ത് ചെയ്യും? അതിൻ്റെ അഡ്രസ് മെമ്മറി ലൊക്കേഷൻ 35H ഉള്ളത് എങ്ങോട്ട് മാറും? 34H ആയിട്ട് മാറും. ദിസ് ഈസ് ഇൻസ്ട്രക്ഷൻ ഇൻക്രിമെൻറ്റ്സ് ദ വാല്യൂ ഇൻ ദ ഡയറക്ട്ലി അഡ്രസ്ഡ് റാം. ഇതിലെന്താ ചെയ്യണത്? റാം അഡ്രസ്സാണ് എന്ത് ചെയ്യുന്നത്? രജിസ്റ്റർ അഡ്രസ്സിങ് R0 മുതൽ R7 വരെ മാറിയ പോലെ റാം അഡ്രസ്സിൽ R0യോ R1 ആണ് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. അതുപോലെ ഇൻക്രിമെൻറ്റ് ഡയറക്റ്റ് എന്താണ്? ഡയറക്റ്റ് അഡ്രസ്സിങ്, അതായത് 0 to 55 വരെയുള്ള സാധനം ഏതെങ്കിലും ഒന്ന്, അതായത് ഇപ്പോൾ 10 ആണെങ്കിൽ ഇൻക്രിമെൻറ്റ് ഉള്ള വാല്യൂ വന്നു കഴിഞ്ഞാൽ 1011 ആവും. ഇതിലിപ്പോൾ 33H ആണ് CNT എന്ന് പറയുന്നത്. അതെന്താവും? എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 33 34 ആവും. ഒരു വട്ടം കൂടി ഇൻക്രിമെൻറ്റ് ചെയ്താൽ 35H ആവും. ഒരു വട്ടം കൂടി ഇൻക്രിമെൻറ്റ് ചെയ്താൽ 36H ആവും. ഓക്കെ, ഇത് വാല്യൂ ആണ് ഇൻക്രിമെൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ എന്താ ഡയറക്റ്റ് അഡ്രസ് ലൊക്കേഷനാണ് ഇൻക്രിമെൻ്റ് ആവുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ റാമാണ് അഡ്രസ്സ് ആവുന്നത്. ഇൻക്രിമെൻറ്റ് A എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്ററാണ് ഇൻക്രിമെൻ്റ് ആവുന്നത്. R എന്ന് പറഞ്ഞാൽ R1 R2 R3 അതുപോലെ R7 ഏതെങ്കിലും വന്നാൽ രജിസ്റ്ററുകളാണ് എന്ത് ചെയ്യുന്നത്? ഇൻക്രിമെൻ്റ് ആവുന്നത്. ഓക്കെ, ഇനി അതേ സാധനം എവിടെയും വരുന്നുണ്ട്. ഡിക്രിമെൻറ്റ് A എന്ത് ചെയ്യാണ്? ഡിക്രിമെൻറ്റ് A എന്ന് പറഞ്ഞാൽ അക്യുമുലേറ്റർ എന്തായി? ഡിക്രിമെൻ്റ് ആയി, ഒന്നായിട്ട് ഡിക്രിമെൻ്റ് ആയി. എങ്ങോട്ട് ഡിക്രിമെൻ്റ് ആയി? എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിക്രിമെൻറ്റ് A is equal to ബിഫോർ എക്സിക്യൂഷൻ A is equal to E4 ആണെങ്കിൽ ആഫ്റ്റർ എക്സിക്യൂഷൻ എന്താവും? E3 ആവും. ഒരു വട്ടം കൂടി ഡിക്രിമെൻ്റ് ആയാൽ E2 ആവും. പിന്നെ ഡിക്രിമെൻ്റ് ആയാൽ E1 ആവും. അങ്ങനെ പോകും. അത് അക്യുമുലേറ്റർ ഡിക്രിമെൻറ്റേഷൻ. ഇനി ഡിക്രിമെൻ്റ് RN എന്ന് പറഞ്ഞാൽ R0 മുതൽ R7 വരെ ഏതും ആവാം. എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ളത് ഏതാ? R3 ആണ്. R3 എന്ന് പറയുന്നത് B0H ആണ്. ആഫ്റ്റർ എക്സിക്യൂഷൻ AFH ആയി. കാരണം എന്താണ്? ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എന്ത് മനസ്സിലായി എന്നാണ്? ഹെക്സാഡെസിമൽ കാൽക്കുലേഷൻ പെട്ടെന്ന് മനസ്സിലായി എന്ന് നമുക്ക് ചേർക്കാം. ഈ അവസാനത്തെ 2 ലൈന് നോക്കിയാൽ മതി. B0 എങ്ങനെ AF ആയി? അതായത് നമ്മൾ പറയുമ്പോൾ 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും നമ്മളെ സിസ്റ്റത്തിൽ നമ്മളെന്താണ് പറയുന്നത്? 1 ഏറ്റവും ഫസ്റ്റത്തെ സംഖ്യ 1 ഇട്ടു, പിന്നെ അതിൻ്റെ കൂടെ 0 കൂട്ടിച്ചേർക്കുക ചെയ്തത്. പിന്നെ എന്ത് ചെയ്തു? 1ൻ്റെ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്തു? 1 മുതൽ ഇങ്ങനെ വന്നു പോയി. 1 2 3 4 5. പിന്നെ 9 കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ്? 1 നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തു 2. പിന്നെ അവിടെ തന്നെ എന്ത് ചെയ്തു? 0 ചേർത്തു. പിന്നെ 2ൻ്റെ കൂടെ 1 2 3 4 9 വരെ പോയി. ആ 9 കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ്? 9 വരെ നമ്മൾ അങ്ങനെ പോകും. 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? പിന്നെ നമുക്ക് 0 ഇടാനേ പറ്റുള്ളൂ. 2 സ്ഥാനത്ത് നമ്മൾ 0 ഇടും. ഇപ്പുറത്തൊരു ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്ത്? 1. 2 0 ഇട്ടിട്ട് 1 എന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. പിന്നെന്താണ്? ആ തലയ്ക്ക് നമ്മൾ ആഡ് ചെയ്ത് പോകും. 1 1 1 2 3 4. പിന്നെ 1 2 2 2 1 2 3 2 4 അങ്ങനെ പോകും. പിന്നെ 1 3 1 3 4 3 5 അങ്ങനെ പോകും. അങ്ങനെ 9 9 9 വരെ പോകും അല്ലേ? അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥ സിസ്റ്റം പോകുന്നത്. പക്ഷേ ഇതിൽ 9 കഴിഞ്ഞാൽ പിന്നെ A ആണ്, B C D, പിന്നെയാണ് എന്ത് വരുന്നത്? F വരെ അങ്ങനെ പോകും. 16 സംഖ്യ. F കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്? 10 വരുന്നത്. അങ്ങനെ നമുക്ക് എവിടെ വരെ പോവാം? 1F വരെ പോവാം. പിന്നെ 2F വരെ പോവാം. പിന്നെ 3F വരെ പോവാം. അങ്ങനെ പോയി നമ്മൾ AF വരെ പോയി കഴിഞ്ഞാൽ പിന്നെ F കഴിഞ്ഞാൽ 0 ആണ് ഇടേണ്ടത്. 9F വരെ പോയി കഴിഞ്ഞാൽ പിന്നെ ഏതാണ് നമുക്ക് വാല്യൂ ഉള്ളത്? 9F വരെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് ഏതാണ്? AF ആണ്, അല്ല A0 ആണ്. അങ്ങനെ A0 വരും. അങ്ങനെ പോയി AF വരെ പോകും. AF കഴിഞ്ഞാൽ പിന്നെ എന്താണ്? B0 ആണ് നമുക്ക് കിട്ടാനുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഇൻക്രിമെൻറ്റ് ചെയ്ത AF കഴിഞ്ഞാൽ B0. പിന്നെ B1 വരും, B2 വരും, B3 വരും, B4 വരും, BF വരെ കഴിഞ്ഞാൽ പിന്നെ C0 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് B0 എന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തപ്പോൾ എന്ത് വന്നത്? AF വരാനുള്ള കാരണം. മനസ്സിലായോ? ഇനി അതുപോലെ ഉള്ളത്
ഡയറക്റ്റ് ഡിക്രിമെൻറ്റ് ഡയറക്റ്റ് ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, 1 മുതൽ 125 വരെയുള്ള വാല്യൂവിന് ഏതിനേലും എന്ത് ചെയ്യുക, ഡിക്രിമെൻറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ആ ഡിക്രിമെൻറ്റേഷൻ വരുന്നത് CNT=0 ആണ്. അതായത് മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് FF വരെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ആ FF കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്, ഫുള്ള് റീസെറ്റ് ആയിട്ട് വീണ്ടും 0 എന്നാണ് പിന്നെ തുടങ്ങേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് 0 ഡിക്രിമെൻറ്റ് ചെയ്താൽ എന്താവണത്, FF ആവണത്. മനസ്സിലായോ? അതാണ് ഡയറക്റ്റ് അഡ്രസ്സിങ്ങിൽ. പിന്നെ ഇനി അടുത്തത് എന്ന് പറഞ്ഞാൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആണ്. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസ്ട്രക്ഷൻ ഡിവൈഡ്സ് ദ വാല്യൂ ഓഫ് അക്യുമുലേറ്റർ ബൈ ദ വാല്യൂ ഇൻ ദ ബി രജിസ്റ്റർ. ആഫ്റ്റർ ഡിവിഷൻ ഇൻറ്റിജർ പാർട്ട് റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഇൻ ദ അക്യുമുലേറ്റർ വൈൽ രജിസ്റ്റർ contains the remainder. In the case of dividing by 1, the flag OV is relatively unpredictable. Then the 8-bit counter is stored in the accumulator and 8-bit remainder is stored in the B register. അതായത് നമുക്ക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ ഇൻറ്റിജർ പാർട്ടുകൾ അല്ലെങ്കിൽ എന്താണ്, ഇൻറ്റിജർ പാർട്ട് നമ്മൾ എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യുക. ഇനി റിമൈൻഡറുകൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ബി രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുക. അതുകൊണ്ടാണ് AB എന്ന് ഒരുമിച്ച് വരുന്നത്, കോമ വരാതെ ഡിവിഷൻ AB എന്ന് വരാനുള്ള സാധ്യത വരുന്നത്. ഓക്കെ, ഇനി അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ അത് തന്നെയാണ്. ഇൻസ്ട്രക്ഷൻ മൾട്ടിപ്ലൈസ് ദ വാല്യൂ ഇൻ അക്യുമുലേറ്റർ വിത്ത് ദ വാല്യൂ ഇൻ ബി രജിസ്റ്റർ. With the value in B register, the low order byte of 16 byte result is stored in the accumulator and the higher byte remains B register. അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് എന്താണ് കിട്ടുക, 16 ബിറ്റ് റിസൾട്ട് ആവും കിട്ടുക. അപ്പോൾ 16 ബിറ്റ് റിസൾട്ട് കിട്ടുമ്പോൾ അതിനെന്ത് ചെയ്യുക, ലോവർ ബൈറ്റിനെ അക്യുമുലേറ്ററിലും ഹയർ ബൈറ്റിനെ ബി രജിസ്റ്ററിലും എന്ത് ചെയ്യുക, സ്റ്റേവ് ചെയ്യുക. അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 255 വലുതാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഓവർ ഫ്ലാഗ് സെറ്റ് ആവും. അതുപോലെ ക്യാരി ഫ്ലാഗിൻ്റെ അവസ്ഥ അവിടെ വരില്ല. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്. അതായത് 80 × 160 എന്ന് പറഞ്ഞത് 32.00 ആണ് നമുക്ക് റിസൾട്ട് കിട്ടിയത് എന്നുണ്ടെങ്കിൽ അക്യുമുലേറ്ററിൽ ഏത് ചെയ്യും, 00 എവിടെ വാല്യൂ ചെയ്യും, എന്താ സ്റ്റോർ ചെയ്യും അക്യുമുലേറ്ററിലും. 32 എന്നുള്ളത് എവിടെയും സ്റ്റോർ ചെയ്യും, ബി രജിസ്റ്ററിലും എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഓക്കെ, അതുപോലെ ഡെസിമൽ അഡ്ജസ്റ്റ് അക്യുമുലേറ്റർ എന്ന് പറഞ്ഞാൽ 21ാമത്തത് ഡിസ്ക്രിപ്ഷൻ ഇൻസ്ട്രക്ഷൻ അഡ്ജസ്റ്റ് ദ കോണ്ടൻസ് ഇൻ ദ അക്യുമുലേറ്റർ ടു കറസ്പോണ്ട് BCD നമ്പർ. അതായത് എന്താണ്, ഡെസിമൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്താണ്, ഇൻസ്ട്രക്ഷൻ അഡ്ജസ്റ്റ് ദ കണ്ടന്റ് ഫ്രം അക്യുമുലേറ്റർ ടു കറസ്പോണ്ടിങ് BCD നമ്പർ ആഫ്റ്റർ 2 BCD നമ്പർ ഹാവ് ബീൻ ആഡഡ് ബൈ ദ ആഡ് ആൻഡ് ആഡ് സി ഇൻസ്ട്രക്ഷൻ. 2 BCD നമ്പറുകൾ ആഡോ അഡീഷനോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യാണ്, ഇൻസ്ട്രക്ഷനുകളെ ആ കണ്ടൻറ്റുകളെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, DAA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അരിതമെറ്റിക് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഡിജിറ്റൽ അല്ലെങ്കിൽ എന്താണ് ലോജിക്കലാണ്. അത് നമുക്ക് അടുത്ത ഇതിൽ എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. ഓക്കെ.